കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പായെ സാന്താ മരിയ മജോറെ ബസിലിക്കയിൽ സംസ്കരിക്കും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യത്തിൽ നിന്നും മാറി വ്യത്യസ്തമായ ഒരു സംസ്കാര ചടങ്ങിന് വത്തിക്കാൻ തയ്യാറാകുകയാണ്. നൂറുകണക്കിന് വർഷങ്ങളായുള്ള അനുഷ്ഠാനമനുസരിച്ച് പാപ്പാമാർ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് സംസ്കരിക്കപ്പെടേണ്ടത്. എന്നാൽ ഫ്രാൻസിസ് പാപ്പ തന്റെ അവസാന വിശ്രമ സ്ഥലമായി സാന്താ മരിയ മജോറെ ബസിലിക്കയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സാന്താ മരിയ മജോറെ റോമിലെ 4 പ്രധാന പേപ്പൽ ബസിലിക്കകളിൽ ഒന്നാണ്. ഇവിടുത്തെ സാലൂസ് പോപ്പുലി റൊമാനി എന്ന പുരാതന മാതാവിന്റെ പ്രതിമയോട് ഫ്രാൻസിസ് പാപ്പായ്ക്ക് പ്രത്യേകമായ ഒരു ഭക്തി ഉണ്ടായിരുന്നു. തന്റെ ഓരോ അപ്പസ്തോലിക യാത്രയ്ക്ക് മുൻപും ശേഷവും അദ്ദേഹം അവിടെ എത്തി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതിനാലായിരിക്കണം ഈ ബസിലിക്കയെ ശാശ്വത വിശ്രമ സ്ഥലമായി അദ്ദേഹം ആഗ്രഹിച്ചത്. സംസ്കാര ചടങ്ങ് എങ്ങനെയാകും? 2013 ഫ്രാൻസിസ് പാപ്പ അതിയായ ആഡംബര വസ്ത്രങ്ങളെയും പാരമ്പര്യ വാസസ്ഥലമായ കൊട്ടാരത്തെയും ഉപേക്ഷിച്ച് പകരം അദ്ദേഹം ലളിതമായ വസ്ത്രവും കാസ സാന്താ മാർത്ത എന്ന താമസ സ്ഥലവുമാണ് തിരഞ്ഞെടുത്തത്. 2024 പാപ്പായുടെ സംസ്കാര ചടങ്ങുകൾക്ക് ഫ്രാൻസിസ് പാപ്പ നിർണായകമായ മാറ്റങ്ങൾ വരുത്തി. നൂറ്റാണ്ടുകളായി യാതൊരു മാറ്റവും വരുത്താത്ത ചടങ്ങുകളാണ് ഫ്രാൻസിസ് പാപ്പ ലളിതമാക്കി നവീകരിച്ചത്. 13ാം നൂറ്റാണ്ട് മുതൽ പാലിച്ചിരുന്ന ചില ചടങ്ങുകൾ പോലും അദ്ദേഹം നീക്കം ചെയ്തു. അന്തരിച്ച പാപ്പായുടെ മൃതദേഹം ആദ്യം കാണുന്നതിനുള്ള അവസരം സഭയിലെ കർദിനാൾമാർക്കും രാഷ്ട്ര പ്രതിനിധികൾക്കും ആയിരിക്കും. അതിനായി ശരീരം എംബാം ചെയ്ത് ഒരു ഉയർന്ന പീഠത്തിൽ അപ്പസ്തോലിക് കൊട്ടാരത്തിൽ വയ്ക്കും. അതിനുശേഷം മറ്റുള്ളവർക്കായി പൊതുദർശനത്തിന് വെക്കുകയുള്ളൂ. ഇതായിരുന്നു പഴയ രീതി. ഉദാഹരണത്തിന് സെയിന്റ് ജോൺ പോൾ രണ്ടാമന്റെ മൃതദേഹം ആദ്യം അപ്പസ്തോലിക് പാലസിലാണ് വെച്ചിരുന്നത്. പിന്നീട് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് മാറ്റി. എന്നാൽ പുതിയ ക്രമമനുസരിച്ച് ഫ്രാൻസിസ് പാപ്പ തന്നെ ആദ്യഘട്ടം പൂർണ്ണമായി ഒഴിവാക്കി പകരം പൊതുജനങ്ങൾക്ക് സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നേരിട്ട് മൃതദേഹം കാണാനുള്ള അവസരം നൽകും. മഞ്ചം ഉയർത്താതെ സാധാരണ രീതിയിലായിരിക്കും വെക്കുക. എംബാമിംഗ് ഉണ്ടായിരിക്കുകയില്ല. പാപ്പായുടെ മഹിമ കാണിക്കുന്ന ഇത്തരം ആചാരങ്ങളെക്കാൾ എളിമ വെളിവാക്കുന്ന തരത്തിലാണ് ഫ്രാൻസിസ് പാപ്പ ഈ മാറ്റങ്ങൾ വരുത്തിയത് എന്നാണ് ഇതിന് കാരണമായ ചരിത്രകാരനായ അഗോസ്റ്റീനോ പരവാച്ചിനി ബഗ്ലിയാനി പറഞ്ഞത്. സംസ്കാര രീതി പാപ്പാമാരെ 3 അടക്കുള്ള മഞ്ചത്തിലാണ് സംസ്കരിച്ചിരുന്നത്. ഏറ്റവും പുറമെ സൈപ്രസ് മരത്തിൽ 1, അതിനകത്ത് സിംഗിൾ 1, അതിനകത്ത് എൽം മരത്തിൽ മറ്റൊന്ന്. ഫ്രാൻസിസ് പാപ്പ ആ ആചാരത്തെ മാറ്റി സിംഗ് ലൈൻ ഇട്ട ഒരു ഒറ്റ മരപ്പെട്ടിയിലാണ് അദ്ദേഹത്തെ സംസ്കരിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. മഞ്ചത്തിൽ അടക്കം ചെയ്യുമ്പോൾ മുഖം ഒരു വെള്ളി നിറത്തിലുള്ള ഒരു സിൽക്ക് തുണി കൊണ്ട് ആവരണം ചെയ്യും. കൂടാതെ മഞ്ചത്തിൽ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഇറക്കിയ നാണയങ്ങൾ, റൊജീത്തോ എന്ന് വിളിക്കുന്ന മുദ്ര വെച്ച ഒരു കുറിപ്പ് അടക്കം ചെയ്യും. അദ്ദേഹത്തിന്റെ ജീവചരിത്രം, സേവനങ്ങൾ എന്നിവ വിവരിക്കുന്ന കുറിപ്പിനെയാണ് റൊജീത്തോ എന്ന് വിളിക്കുക. പ്രസ്തുത കുറിപ്പ് പൊതുജനങ്ങൾക്ക് മുമ്പിൽ വായിച്ചതിന് ശേഷമാണ് പെട്ടിയിൽ നിക്ഷേപിക്കുക. പാപ്പ അന്തരിച്ചതിന് ശേഷം 4 മുതൽ 6 ദിവസത്തിനുള്ളിൽ സംസ്കാര ചടങ്ങ് നടത്തുക എന്നതാണ് പതിവ്. വത്തിക്കാന്റെ രീതി അനുസരിച്ച് 9 ദിവസം ദുഃഖാചരണവും പാപ്പായ്ക്ക് വേണ്ടിയുള്ള വിശുദ്ധ ബലി അർപ്പണവും റോമിലെ പള്ളികളിൽ നടക്കും.